ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള നെല്ലിക്കച്ചാറ് തയ്യാറാക്കാം. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ വേറൊരു നെല്ലിക്കച്ചാറിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പൊ ഞാൻ പിന്നീട് കമന്റ് ആയിട്ട് കൊടുക്കാം, കാണണം എന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നെല്ലിക്കച്ചാറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെല്ലിക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം തന്നെയല്ലേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുശേഷമാണ് പിന്നെ നമ്മളിത് കട്ട് ചെയ്തൊക്കെ എടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചാലും, അതായത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയാകുമ്പോഴായിരിക്കും കൂടുതൽ ഹെൽത്തി ആയിട്ട് മാറുക സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 8-9 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോഴേക്കും നെല്ലിക്ക ചെറുതായിട്ടൊന്ന് പൊട്ടി വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാനും പറ്റും. അതുപോലെ ലൈറ്റായിട്ടൊന്ന് കുക്കായിട്ടും വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. ഇനി നമുക്ക് തുറന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇതൊന്ന് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാതെ നിങ്ങൾക്ക് ഈ ഒരു അച്ചാറ് മുഴുവനോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാം കേട്ടോ. പക്ഷെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മുളകും അതുപോലെ ഉപ്പൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇപ്പം ഇത് കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടർത്തിയെടുക്കാം. കത്തിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കൈവച്ച് നമുക്കിത് വിടിയിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കൈവച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നെല്ലിക്കയിൽ ലൈൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ലൈൻസിൽ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള പല സ്വീറ്റുകളുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക ജാം, അതുപോലെ അംല മുറബ്ബ, അതായത് തേൻനെല്ലിക്കൊക്കെ പോലെയുള്ള ഒരു സ്വീറ്റാണ് അംല മുറബ്ബ എന്ന് പറയുന്നത്. ഏകദേശം തേൻനെല്ലിക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നെല്ലിക്ക ഉപയോഗിച്ചുള്ള ക്യാൻഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാന്നുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ. ഞാനിത് പിന്നീട് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് എല്ലാം കൊടുക്കാം. നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഏത് ഫോമിൽ കഴിച്ചാലും വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി കൂടാനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പം ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഡെയിലി നമ്മളുടെ ഒരു ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ട് തന്നെ മാറും. ഇനി നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ട് കടായി ചൂടാകണ സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അച്ചാറൊക്കെ തയ്യാറാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് കൂടുതൽ നന്നായിട്ട് വരിക. ഇനി എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അച്ചാർ അധികം നാൾ കേടുകൂടാതെ ഇരിക്കില്ല. അപ്പോൾ നല്ലെണ്ണയാണ് കൂടുതൽ ആ ഒരു അച്ചാറിൻ്റെ ഫ്ലേവറും കൊടുക്കുക, അതുപോലെ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/3 കപ്പ് അളവിൽ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കണത്. വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ മാറും അച്ചാർ. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. പക്ഷേ ഓവറായിട്ട് ഫ്രൈ ആയിട്ട് വരരുത്, ആ ഒരു സോഫ്റ്റ്നെസ് നിലനിൽക്കണം. അപ്പോഴായിരിക്കും അച്ചാർ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 12ഓളം പച്ചമുളക് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ. നമ്മുടെ എരിവിനനുസരിച്ച് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുണ്ടായിരിക്കും, അതുപോലെ അച്ചാറിന് അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ടാവും. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും കരിഞ്ഞു പോയരുത്. കരിഞ്ഞു പോകുന്ന സംശയമൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറും. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം അളവിൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി പുളിക്കനുസരിച്ച് തന്നെ ചേർക്കുക. നെല്ലിക്ക ആയതുകൊണ്ട് നെല്ലിക്കയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1/4 കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചൂടുവെള്ളം. ഒരിക്കലും അച്ചാറിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഉപ്പ് കുറച്ച് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അലിയിച്ചെടുത്ത ഒരു വെള്ളമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉപ്പാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ നെല്ലിക്ക ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട്. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് അവസാനം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അച്ചാറല്ലേ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവയുടെ പൊടിയാണെന്നുണ്ടെങ്കിലും കായത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിലും അളവ് കൂടിപ്പോയരുത്. അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട് അച്ചാറിന്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് മാറും. ഇപ്പോൾ തന്നെ അച്ചാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, ഇപ്പോൾ തന്നെ ആവശ്യത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് തന്നെ വന്നോളും. ഗ്രേവിയുടെ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട, അത്യാവശ്യം തിക്കായിട്ട് വരുമ്പോൾ തന്നെയായിരിക്കും നന്നായിട്ട് തന്നെ മാറുക. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക, അതായത് ഗ്ലാസ് ജാറിൽ തന്നെ സൂക്ഷിക്കുക. അച്ചാറൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എപ്പോഴും സ്ഥിരമായിട്ട് എടുക്കണതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ടിലിൽ തന്നെ സൂക്ഷിക്കുക കേട്ടോ, കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കണ എണ്ണയുടെ അളവ് കൂടുതൽ തന്നെ ചേർക്കുക. അതുപോലെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമല്ലേ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.